പത്തനംതിട്ട വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് കുമ്പളത്താമണ്ണിലാണ് ഇന്നലെ സന്ധ്യയോടെ ജംഗിൾ ബുക്ക് ഫാം ഉടമയായ റൈസൻ ചാക്കോയുടെ വളർത്തുപോത്തിനെ കടുവ ആക്രമിച്ചത്. ഫാമിനടുത്തുള്ള കണ്ടത്തിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. മണിക്കൂറുകൾക്കകം തണ്ണിത്തോട് വടശ്ശേരിക്കര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്ഥലം സന്ദർശിക്കുകയും കടുവയാണെന്ന് പ്രാഥമികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴുത്തിൽ ആഴത്തിൽ കടിച്ചതിൻ്റെ മുറിവും പുറംഭാഗത്ത് കൈകൊണ്ട് വരഞ്ഞ പാടുകളുമുണ്ട്. രാത്രിയോടെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്ഥലം സന്ദർശിക്കുകയും പോത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയും ഡെത്ത് സർട്ടിഫിക്കറ്റിനായിട്ടുള്ള നടപടികളും തുടർന്നു. സംഭവം നടന്നിട്ട് അധികം നേരം ആയിട്ടില്ലാത്തതുകൊണ്ട് കടുവ അടുത്ത പരിസരത്ത് തന്നെ ഉണ്ടെന്ന് തീർച്ചയാണ്. തുടർന്ന് ട്രാപ്പ് ക്യാമറ വെച്ച് കൺഫേം ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും രാത്രിയോടെ സംഭവം നടന്നിടത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. ക്യാമറ സ്ഥാപിക്കാൻ പോയപ്പോൾ വീണ്ടും അവിടെ കടുവ വന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. പോത്ത് കിടന്ന സ്ഥലത്തു നിന്നും അതിനെ കടിച്ചു വലിച്ചതായി സ്ഥിരീകരിച്ചു. സംഭവം സ്ഥലത്തു നിന്നും കടുവയുടെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും മറ്റും സ്പോട്ട് ചെയ്തു. തുടർന്ന് ഇന്ന് രാവിലെ ക്യാമറ പരിശോധിച്ച റാന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നും കടുവ തന്നെയെന്ന് കൺഫേം ചെയ്തു. അതേസമയം രാവിലെ സ്പോട്ട് സന്ദർശിച്ചപ്പോൾ പോത്തിന്റെ പിൻഭാഗം കടുവ കടിച്ചു ഭക്ഷിച്ചതായി കാണപ്പെട്ടു. തുടർന്ന് ഇന്ന് ഉച്ചയോടെ കടുവയെ പിടിക്കാനുള്ള കെണി വെക്കാനുള്ള തീരുമാനത്തിലെത്തുകയും അതിനായുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കടുവയെ പിടിക്കാനുള്ള കെണി വെക്കാനുള്ള ഒരുക്കത്തിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നാട്ടുകാരും. മഴ കാരണം ചെളിയും വെള്ളവും നിറഞ്ഞതിനാൽ സ്പോട്ടിലേക്ക് കടുവയെ പിടിക്കാനായുള്ള വലിയ കൂട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടിനെ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയാം. സാധാരണയായി ഒരു ഇരയെ കൊന്നാൽ അതിൻ്റെ മാംസം പഴുത്തു തുടങ്ങുമ്പോഴാണ് കടുവകൾക്ക് അത് ഭക്ഷിക്കാൻ ഏറെ ഇഷ്ടം. ആയതിനാൽ ഈ സമയം വരെ 3 വട്ടം അതേ സ്ഥലത്ത് വന്ന കടുവ ഇനിയും വരുമെന്ന് ഉറപ്പിക്കാവുന്നതാണ്. കടുവയെ പിടികൂടാൻ സാധിച്ചാൽ അതിനെ മറ്റ് കാടുകളിൽ കൊണ്ടുവിടാതെ സുരക്ഷിതമായി ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരിസര പ്രദേശങ്ങളിലുള്ള ജനവാസികൾ ഈ ദിവസങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തുക.